ഇപ്പോൾ ഇവിടെ ജിമെയിലിനകത്ത് ഒരു ഇമെയിൽ ഞാൻ ഇപ്പോൾ അടിക്കാൻ പോകുന്ന email@gmail.com എന്ന് അടിച്ച് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇമെയിൽ ലിസ്റ്റ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റം വാലിഡേറ്റ് ഓപ്ഷനാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ദ ഇമെയിലിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ ഞാൻ താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാലിഡേറ്റ് എന്നൊരു ഫംഗ്ഷൻ ആഡ് ചെയ്ത് കണ്ടോ. അതായത് നമ്മുടെ ഈ രജിസ്റ്ററിനകത്ത് ഇമെയിൽ എന്ന നെയിം കൊടുത്തതിന് ശേഷം ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ വാലിഡേഷൻ ചെയ്ത് ആ പാറ്റേൺ വാലിഡേഷൻ്റെ മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാലിഡേറ്റിനകത്ത് വാലിഡേറ്റ് എന്ന് പറയുന്നത് കസ്റ്റം വാലിഡേഷൻസ് ആഡ് ചെയ്യാനുള്ള ഒരു ടാഗാണ്, ഒരു കീവേഡ് ആണ്. ആ കീവേഡിന് ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനകത്ത് നോട്ട് ഫേക്ക് എന്ന് പറയുന്ന ഒരു കസ്റ്റം വാലിഡേഷൻ ഞാൻ ആഡ് ചെയ്തു. ആ വാലിഡേഷൻ അത് വാല്യൂ ആയിട്ട് കിട്ടുന്നത് ഇമെയിലിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ആണ്. അതിനകത്ത് എടുക്കുന്നത് ഇപ്പോൾ വാല്യൂ നോട്ട് ഈക്വൽ ടു gmail.com എങ്കിൽ അവിടെ റിട്ടേൺ ട്രൂ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ഈസ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. Value not equal to email@gmail.com means the value is valid. If value is equal to email@gmail.com, it means value is blocked. ഇവിടെ കൊടുത്തേക്കുന്ന ഇമെയിൽ is blocked എന്ന് പറയുന്ന മെസ്സേജ് ആണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് കസ്റ്റം വാലിഡേഷൻസ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഏജിനൊരു കസ്റ്റം വാലിഡേഷൻ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ മിനിമം is equal to 10 എന്ന് കൊടുത്തിട്ടുണ്ട്. വാലിഡേറ്റ് braces. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? നമ്മളൊരു പേര് കൊടുക്കണം. ഞാൻ ആ പേര് not 0 എന്ന് കൊടുക്കാം. not 0 അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു വാല്യൂ ആണ്. ഈ വാല്യൂ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വാലിഡ് ആണ്. അതല്ല വാല്യൂ എങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്തത് ഏജ് കനോട്ട് ബി 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കണം. ഇത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴേ കോപ്പൈലറ്റ് കുറച്ച് സജഷൻസ് തന്നതാണ്. ഇതിന് ശേഷം നമുക്ക് വന്ന് ഇതിൻ്റെ വാല്യൂ ഏജ് 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ജസ്റ്റ് റിഫ്രഷ് ചെയ്യണം. ഇത് രജിസ്റ്റർ ചെയ്തല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നോട്ട് ഈക്വൽ മിനിമം വാല്യൂ 10 കിടക്കുന്നതുകൊണ്ട് അതേ വരുള്ളൂ. ഇസ് ഈക്വൽ ടു 50 കൊടുക്കാം. ഇവിടെ മാറ്റി 50 ആക്കി കൊടുക്കാം. രണ്ടും ചിലപ്പം ഫിഫ്റ്റിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അതെന്ത് പറ്റി? വാലിഡേറ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 50 ഓർ ഏജ് കനോട്ട് ബി 50. കറക്റ്റ് ആണല്ലോ. ഞാൻ ഒന്നുകൂടെ വാലിഡേറ്റ് ചെയ്ത് നോക്കട്ടെ. വണ്ണിന് മിനിമം ഏജ് 50 വരുന്നുണ്ട്. ഞാൻ 50 അടിക്കുമ്പം പക്ഷെ ഒന്നും വരുന്നില്ല. മെസ്സേജ് ഒരു മിനിറ്റ്, മെസ്സേജിൻ്റെ അവിടെയാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എങ്ങനെയാണ് മെസ്സേജ് ഓക്കെ ടൈപ്പ് ഈക്വൽ ടു മിനിമം ആണെങ്കിൽ മാത്രമേ ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. ഇപ്പം errors.email ഇങ്ങനെ കൊടുത്താൽ മതി, ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. errors.email ആൻഡ് റോൾ ഇസ് ഈക്വൽ ടു എന്നുള്ളിടത്ത് ഞാൻ എന്ത് കൊടുക്കണം? errors.message കൊടുക്കണം. errors.age.message കൊടുക്കണം. അങ്ങനെ ഞാൻ മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അത് വരാതിരുന്നത്.
ഒരു ബ്രേസ് എക്സ്ട്രാ വന്നതാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് വന്നു കഴിഞ്ഞു, ഏജ് കനോട്ട് ബി 50 എന്ന് വന്നു കഴിഞ്ഞു. അപ്പം അതായത് വാലിഡേറ്റ് കസ്റ്റം വാലിഡേറ്റ് ഫംഗ്ഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിനെ നമുക്ക് കുറേ നമ്മുടെ ഇൻപുട്ട് വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങളെ എല്ലാം കൂടെ മാറ്റി നമുക്കൊരു ഫയലിൽ നിന്ന് എങ്ങനെ റീയൂസബിൾ ഇൻപുട്ട് ഫോം കമ്പോണൻസ് എഴുതാം എന്നുള്ളൊരു വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തിടുക.